തളിപ്പറമ്പ് ചാലത്തൂർ വയലിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. ചാലത്തൂർ പാടശേഖര സമിതിയുടെ 2 ഹെക്ടറോളം വരുന്ന നെൽകൃഷിയാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. 10,000 രൂപയുടെ നഷ്ടമുണ്ടായ സാഹചര്യത്തിൽ നഗരസഭാ അധികൃതർ സ്ഥലം സന്ദർശിച്ച് സഹായം വാഗ്ദാനം ചെയ്തു. തളിപ്പറമ്പ് ചാലത്തൂരിലെ കർഷകർക്ക് ഇത് കണ്ണീർക്കാലമാണ്. കൊയ്ത്തിന് ഭാഗമായി വരുന്ന പുഞ്ചകൃഷിയാണ് ഒറ്റ രാത്രി കൊണ്ട് പന്നിക്കൂട്ടം ഇല്ലാതാക്കിയത്. 5 കർഷകർ ചേർന്ന് പാട്ടത്തിനെടുത്ത 2 ഹെക്ടറോളം ഭൂമിയിലെ നെൽച്ചെടികൾ പന്നികൾ കൂട്ടമായി എത്തി കുത്തിമറിച്ചു. കഴിഞ്ഞ വർഷവും പന്നിശല്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ നാശനഷ്ടങ്ങൾ കൂടുതലാണ്. ഇന്നലെ വരെ നല്ല നെല്ലായിട്ട് കണ്ട സംഭവമായിരുന്നു. മിഞ്ഞാന്ന് വൈകുന്നേരം വരെ നമ്മൾ വന്ന് നോക്കിപ്പോയതാ. എല്ലാ ദിവസവും വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു ദിവസം കൊണ്ടാണ് ഈ വയൽ തിരിച്ചിങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാണ് കർഷകർക്ക്. അവർ ജൈവ വേലി കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത പദ്ധതിയിൽ വെച്ചിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ മീറ്റിങ്ങിൽ പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും നമുക്ക് ധനസഹായങ്ങൾ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10,000 രൂപയുടെ വിത്തും വളവും അധ്വാനവുമാണ് മണ്ണിടിഞ്ഞത്. സംഭവം അറിഞ്ഞ വാർഡ് മെമ്പർ KM ലത്തീഫ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്ന് കൌൺസിലർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ PK സുബൈറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മുഹമ്മദ് ബഷീറും കൃഷി ഓഫീസറും സ്ഥലം സന്ദർശിച്ച് കർഷകർക്ക് അടിയന്തര സഹായം ഉറപ്പു നൽകി. ഏതാണ്ട് വിളവെടുക്കാനായപ്പോഴാണ് ഇന്നലെ രാത്രി പന്നികൾ ഇറങ്ങി ഇത് ഏതാണ്ടെല്ലാം പൂർണ്ണമായി നശിപ്പിച്ചിട്ടുണ്ട്. കർഷകരുടെ കണ്ണീരാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇവിടെ എല്ലാം ഇങ്ങോട്ട് മുഴുവൻ. ഇന്ന് തളിപ്പറമ്പ് നഗരസഭ യോഗത്തിൽ ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ ലത്തീഫ് അത് ഉന്നയിക്കുകയും ഞങ്ങൾ നേരിട്ട് ഇത് ദുരിതം കാണാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. ഈ വരുന്ന പദ്ധതിയിൽ ഇപ്പോൾ പുതിയ പദ്ധതി രൂപീകരണ ഘട്ടമാണ്. അതിൽ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ കാര്യങ്ങൾ പറയും. കുറച്ചുകൂടി ഇത് പ്രോത്സാഹിപ്പിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ നടന്നിരിക്കുന്ന ഈ സംഭവത്തോട് കർഷകർക്കുണ്ടായ നഷ്ടം അത് ഏത് രീതിയിലാണ് നമുക്ക് സഹായിക്കാൻ പറ്റുക, കൂടെ നിൽക്കാൻ പറ്റുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ മുൻകൂട്ടി കാണുകയും ഇതിൽ ജൈവ വേലി നിർമ്മിക്കാൻ ആവശ്യമായത് ഫണ്ട് വെക്കാനും നമ്മുടെ സർക്കാർ അനുവദിക്കുന്ന പരിധിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അതുപോലെ സോളാർ വെച്ചിട്ട് ചെയ്തുകൊണ്ടും ഇത് വേലി കെട്ടാനുള്ള സംവിധാനത്തെക്കുറിച്ച് പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. സർക്കാർ അനുവദിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് അത് ചെയ്യും. ചാലത്തൂരിലെ വിവിധ മേഖലകളിൽ പന്നിശല്യം കൊണ്ട് കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നഗരസഭാ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകർ. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.